സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം 13ാം ദിവസത്തിലേക്ക് കടന്നു. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും സമരപന്തൽ സന്ദർശിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് സലീം മാലിക്, പറയൂ. ഗുഡ് മോർണിംഗ്. ഓരോ ദിവസം കഴിയും തോറും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ആരുടെയും പിന്തുണയില്ലാതെ സ്വന്തം നിലയിൽ തുടങ്ങിയ ഈ സമരമാണ് പിന്നീട് കോൺഗ്രസിനുൾപ്പെടെ പ്രതിപക്ഷത്തിന് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അത്രയും ശക്തമായ ഒരു സമരം, ഈ പ്രതിപക്ഷം പോലും വേണ്ട നിലയിൽ ശ്രദ്ധിക്കാതിരുന്ന ഒരു സമരം, അത് പിന്നീട് പ്രതിപക്ഷ നേതാക്കളെ എമ്പാടും ഇവിടേക്ക് എത്തിക്കുന്ന നിലയിൽ ശക്തമായ ഒരു സമരമായി അത് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ഈ സമരത്തെ അനുനയിപ്പിക്കാനായി സർക്കാർ ചെയ്യുന്ന പൊടിക്കൈകളൊക്കെ പലത് പയറ്റിയിട്ടും അതിലൊന്നും വഴങ്ങാതെ ഇപ്പോഴും ആ സമരം തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരനും UDF കൺവീനർ MM ഹസനും ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല, ഈ സമരത്തിന്റെ ആദ്യ ദിവസം രമേശ് ചെന്നിത്തല ഈ വേദിയിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും രമേശ് ചെന്നിത്തല 9 മണിയോടെ ഇവിടെ എത്തും എന്നാണ് അറിയുന്നത്. പല ആനുകൂല്യങ്ങളും, അതായത് ഇവർ സർക്കാർ പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഈ ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്നവരുടെ ആവശ്യം. ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കോൺഗ്രസ്സുകാരൊന്നും വേണ്ട നിലയിൽ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പക്ഷേ അവരെ ഉൾപ്പെടെ നിങ്ങൾ ഈ സമരവേദിയിലേക്ക് എത്തിക്കുന്നു. അത്രയും ശക്തമായൊരു സമരമായി മുന്നേറുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ സമരത്തിൻ്റെ ന്യായയുക്തതയും അതിൻ്റെ ധാർമ്മികതയുമാണ് എല്ലാവരെയും നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമരം തുടങ്ങിയത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അംഗീകരിക്കപ്പെട്ട ഈ മേഖലയിലെ യൂണിയനാണ് നമ്മുടേത്. നമ്മൾ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സമരം ആരംഭിച്ചത്. ഈ സമരം ഇന്ന് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ധാരാളം സംഘടനകൾ, അത് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മറ്റ് ധാരാളം സംഘടനകൾ നമ്മുടെ സമരത്തിന് പിന്തുണയുമായി വരുന്നുണ്ട്. ആ പിന്തുണയെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമരത്തിൻ്റെ ഊർജ്ജമായി അതിനെയൊക്കെ നമ്മൾ പരിഗണിക്കുകയാണ്. അപ്പോഴും സമരം നേരിടുന്ന ഒരു വലിയ വിമർശനം, നിങ്ങളുടെ പിന്നിൽ ആരൊക്കെയോ ശക്തികളുണ്ട്, സർക്കാരിനെതിരായ ഒരു നീക്കം എന്ന നിലയിലാണ് സർക്കാരൊക്കെ ഇതിനെ വിലയിരുത്തുന്നത്. അത് ഈ സമരം കണ്ട് ഭയന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ അഭിപ്രായം പറയുന്നവർ ദയവേദി ഇതൊരു ഒരു അഭിപ്രായ പ്രകടനം. ഏതൊരു സമരം ഉണ്ടാകുമ്പോഴും സർക്കാരിനെതിരെ കരുതി കൂട്ടി അങ്ങനെ പറയാതെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്, എങ്ങനെയാണ് ഇത്രയും സ്ത്രീകൾ സമരത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അതിൻ്റെ ഉള്ളു മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെറുതെ പുറമേ നിന്ന് ഇങ്ങനെ അഭിപ്രായ പ്രകടനം പറഞ്ഞ് കുറച്ച് വൈകാരികമായ സംഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതിനപ്പുറത്താണ് ഈ സമരത്തിൻ്റെ ഇൻറ്റൻഷൻ, നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സമരത്തിന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ വലിയൊരു ലക്ഷ്യത്തോടെയാണ്. അത് സർക്കാരിനെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ളതല്ല. ഈ കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാവർക്കർമാർക്ക് ജീവിക്കാൻ, മാന്യമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് ആശാവർക്കർമാർ എത്തിയത് എന്ന് ഈ പറയുന്നവരും പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാവരും പരിശോധിച്ച് നോക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ പുതിയ സമരമാർഗ്ഗങ്ങൾ കൂടി സമരക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മഹാസംഗമത്തിന് ശേഷം ഈ സമരത്തിൻ്റെ ശക്തി കുറയും എന്ന് സർക്കാരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ മഹാസംഗമത്തിന് തൊട്ടു പിന്നാലെ ഈ തൊഴിൽ ബഹിഷ്കരിച്ചുകൊണ്ട്, കേരളത്തിലെ ആശമാരെ തൊഴിൽ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കൂടി കടക്കുന്നതോടെ ആ സമരത്തിൻ്റെ വ്യാപ്തിയും ശക്തിയും മറ്റൊരു നിലയിലേക്ക് കൂടി മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, താങ്ക് യു.